ഇവർ നിക്ഷേപിക്കുന്നത്. കാരണം ഇവർക്ക് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല. ആധുനിക രീതിയിലുള്ള ഒരു പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. മാലിന്യ പ്രശ്നങ്ങളിൽ മാത്രമല്ല, ജനങ്ങൾക്ക് വാസസ്ഥലങ്ങൾ ഒരുക്കുന്നതിലും മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കുന്നു. ഒരു കാലത്ത് പുറമ്പോക്കിൽ താമസിച്ചിരുന്നവരെ മുനിസിപ്പാലിറ്റി വീടുകൾ നൽകി പുനരധിവസിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം പുനലൂർ മുനിസിപ്പാലിറ്റി നിർമ്മിച്ച വാംബേ കോളനിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ 25ഓളം വീടുകളുണ്ട്. ഇതുപോലെ 32 വാർഡുകളിലായി 1168 വീടുകൾ പൂർത്തീകരിക്കാൻ മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭവന നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം സൗജന്യമായി നൽകുകയും ഭവന നിർമ്മാണത്തിനായി 40,000 രൂപയും സൗജന്യമായി വൈദ്യുതിയും വെള്ളവും റോഡും നൽകുകയും ചെയ്തു. ഈ കോളനി നമുക്കൊന്ന് കാണാം. മുനിസിപ്പാലിറ്റിക്ക് വാംബേ പദ്ധതി കൂടാതെ IHSDP എന്ന മറ്റൊരു ഭവന നിർമ്മാണ പദ്ധതി കൂടിയുണ്ട്. ഈ കാണുന്ന വീടുകളെല്ലാം ഈ പദ്ധതി പ്രകാരം നിർമ്മിച്ചതാണ്. എന്നാൽ വീട് മാത്രമല്ല കേട്ടോ, ഈ കാണുന്ന റോഡും ഡ്രെയിനേജ് സൗകര്യങ്ങളും എല്ലാം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ്. കേരളത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇന്ന് സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുകയാണ്. എന്നാൽ തൃപ്പൂണിത്തുറ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മികച്ച ധനകാര്യ മാനേജ്മെന്റും ഭരണരംഗത്തെ കാര്യക്ഷമതയും ഉറപ്പുവരുത്തി തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും സർവ്വമേഖലകളിലും സുസ്ഥിര വികസനം കൈവരിക്കുവാനും കഴിയുന്നു. 2008-2009 സാമ്പത്തിക വർഷത്തിൽ ഈ നഗരസഭയുടെ തനതു ഫണ്ട് ഇനത്തിലുള്ള വരുമാനം 4,70,81,480 രൂപയാണ്. നികുതി ഇനത്തിൽ മാത്രം 2,46,87,036 രൂപ പിരിച്ചെടുക്കുവാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു. നഗരത്തിലെ വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കുന്നതിന് സ്ട്രീറ്റ് ലൈറ്റിന് മീറ്റർ ഘടിപ്പിച്ചതിനാൽ വൈദ്യുതി നിരക്ക് 1/3 ചുരുക്കുവാൻ നഗരസഭയ്ക്ക് കഴിയുന്നു. കാവും കുളവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നീർത്തട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം 10ഓളം കുളങ്ങളാണ് നഗരസഭ സംരക്ഷിച്ചു പോരുന്നത്. തൃപ്പൂണിത്തുറയിലെ തെക്കുംഭാഗം വലിയകാടാണിത്. 30 ഏക്കറോളം വരുന്ന കണ്ടൽ വനങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി സംരക്ഷിച്ചു പോരുന്നു. നഗരസഭ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് കാർഷിക മേഖലയുടെ വികസന പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. കൃഷിസ്ഥലങ്ങളൊക്കെ റിയൽ എസ്റ്റേറ്റുകാർ കയ്യേറുന്ന ഈ സമയത്ത് തൃപ്പൂണിത്തുറ നഗരസഭ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലായി നഗരസഭയുടെ നേതൃത്വത്തിൽ കൂൺ കൃഷി, ചീരകൃഷി, മത്സ്യം വളർത്തൽ എന്നിവ നടത്തിവരുന്നു. സംസ്ഥാനത്തെ മികച്ച ചെമ്മീൻ കർഷകനുള്ള അവാർഡ് ലഭിച്ച സോമൻ ഈ നഗരസഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. ഇവിടെ പാരമ്പര്യ രീതിയിലുള്ള ഒരു ക്രമറ്റോറിയവും പ്രവർത്തിക്കുന്നു. നഗരസഭയിൽ നിന്നും പുറന്തള്ളുന്ന ഖരമാലിന്യത്തിന്റെ അളവ് ശരാശരി 13 ടണ്ണിലധികമാണ്. നഗരസഭയിലെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി ഈ മാർക്കറ്റിലെ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ബയോഗ്യാസ് നിർമ്മിക്കപ്പെടുന്നു. ഈ ബയോഗ്യാസ് ഉപയോഗിച്ച് തന്നെയാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തിക്കുന്നത്. വികസനത്തിന്റെ തായ്വേര് സാമ്പത്തിക മേഖലയിലാണെന്ന് തിരിച്ചറിഞ്ഞ ഈ നഗരസഭ സർവ്വമേഖലകളിലും സുസ്ഥിര വികസനത്തിന്റെ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇവിടെ. തലസ്ഥാന നഗരം ശുചിത്വ നഗരം എന്ന പദ്ധതിയിലൂടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതിക്ക് വിശാലമായ അടിത്തറ പാകിയതാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രധാന വികസന നേട്ടങ്ങളിലൊന്ന്. ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കിയതിന്റെ ചാരിതാർത്ഥ്യമാണ് ഈ നഗരസഭ ഇന്ന് പങ്കുവയ്ക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ വിദ്യാലയങ്ങൾ പിന്തള്ളപ്പെട്ടു പോകുന്ന കാഴ്ച എങ്ങും കാണുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലെ സ്കൂളുകൾ മുൻകാലങ്ങളേക്കാൾ സജീവമാണിന്ന്.
അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പുതിയ കാലത്തേക്ക് വിദ്യാലയങ്ങളെ നയിച്ച ഈ മാതൃക കോർപ്പറേഷന്റെ വികസന നേട്ടങ്ങളിൽ പൊൻതൂവൽ ചാർത്തുന്നു. വിളപ്പിൽ ശാലയിലെ മാലിന്യ സംസ്കരണം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു കീറാമുട്ടി പ്രശ്നമായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥിതിക്ക് ഒരുപാട് മാറ്റം വന്നു. നന്നായി പ്രവർത്തിക്കുന്ന ഒരു വളം നിർമ്മാണശാല കൂടിയാണ് വിളപ്പിൽ ശാല ഇന്ന്. പ്രതിദിനം 30 മുതൽ 50 ടൺ വരെ ജൈവവളമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കുന്നതിന് സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റാണ് വിളപ്പിൽ ശാലയിലേത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവർത്തനം തുടങ്ങിയ ഈ പ്ലാന്റ് പക്ഷേ നഗരമാലിന്യ പ്രശ്നത്തിന് ഒരിക്കലും പരിഹാരമായില്ല. മാലിന്യ സംസ്കരണം ആസൂത്രിതമായി നടപ്പിലാക്കുന്നതിലുള്ള കുഴപ്പങ്ങളായിരുന്നു ഇതിന് കാരണം. ഇന്നീ സ്ഥിതികൾക്ക് മാറ്റം വന്നു കഴിഞ്ഞു. സംയോജിത ഖരമാലിന്യ സംസ്കരണ പദ്ധതിയിലൂടെ തിരുവനന്തപുരത്തെ ഖരമാലിന്യം ഇന്ന് ജൈവവളമാക്കി മാറ്റുന്നു. പ്രതിദിനം 300 ടണ്ണോളം ഖരമാലിന്യമാണ് നഗരസഭാ പരിധിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പ്രതിശീർഷ മാലിന്യ ഉൽപാദനം 400 ഗ്രാമോളം വരും. അടുത്ത 25 വർഷത്തിനുള്ളിൽ 600 ഗ്രാമായി ഇത് വർദ്ധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സമഗ്രമായ പദ്ധതിയാണ് നഗരസഭ നടപ്പിലാക്കിയിരിക്കുന്നത്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കുടുംബശ്രീ യൂണിറ്റുകൾ വഴി നേരിട്ടാണ് ഇപ്പോൾ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. മാലിന്യത്തിന്റെ ഏറ്റവും കുറഞ്ഞ അളവ് മാത്രം സാനിറ്ററി ലാൻഡ്ഫിൽ സംവിധാനത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള സംസ്കരണ പ്ലാന്റാണ് ഇപ്പോൾ വിളപ്പിൽ ശാലയിലുള്ളത്. 3 ഘട്ടങ്ങളിലായി സംസ്കരിച്ച് ജൈവവളമാക്കുന്ന പ്രക്രിയ ഇവിടെ കൃത്യമായി നടക്കുന്നു. FACT ആണ് ഇവിടെ നിന്നുള്ള ജൈവവളം മാർക്കറ്റിലെത്തിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള LP UP സ്കൂളുകൾ പുതിയ കാലത്തിന്റെ രൂപഭാവങ്ങളിലേക്ക് മാറുന്നതിന്റെ തിരക്കിലാണിപ്പോൾ. കുട്ടികളെ ആകർഷിക്കും വിധം വർണ്ണശബളമാണ് ഇവിടത്തെ അന്തരീക്ഷം. ഒരു സാധാരണ സർക്കാർ വിദ്യാലയം എന്നതിലപ്പുറം പ്രാധാന്യമൊന്നുമില്ലാതിരുന്ന മണക്കാട് LP സ്കൂളാണിത്. സ്കൂൾ നവീകരിച്ച് ഈ വിധമാക്കിയതോടെ കുട്ടികളുടെ ഒഴുക്കായി ഇവിടേക്ക്. അധ്യയന വർഷം തുടങ്ങും മുൻപേ തന്നെ ഇവിടത്തെ അഡ്മിഷൻ പൂർത്തിയായി കഴിഞ്ഞു. കളിക്കാനുള്ള പാർക്ക്, മിനി തിയേറ്റർ, അക്വേറിയം തുടങ്ങി ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന സൗകര്യങ്ങൾ കുട്ടികളുടെ എല്ലാവിധത്തിലുള്ള വളർച്ചകൾക്കും ആക്കം കൂട്ടുന്നവയാണ്. ഇതൊരു സർക്കാർ സ്കൂളാണെന്ന് ആരെങ്കിലും പറയോ? സർക്കാർ സ്കൂളിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ചോരുന്ന മേൽക്കൂരയും ഒടിഞ്ഞ ബെഞ്ചും ഡെസ്കും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ക്ലാസ് റൂമുകളെ തമ്മിൽ വേർതിരിക്കുന്നത് ഒരു ഫിഷ് ടാങ്കാണ്. മാത്രമല്ല കളിക്കാനായിട്ടാണെങ്കിൽ ഒരുപാട് ഉപകരണങ്ങൾ. ഇത് കണ്ടില്ലേ? ഇതൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ സ്കൂളിൽ പഠിക്കാൻ തോന്നുന്നു. സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആകമാനം മാതൃകയായി മാറുകയാണ് ഈ സ്കൂൾ പരിഷ്കാരം. ശുദ്ധജല സ്രോതസ്സുകളുടെ സംരക്ഷണത്തിന് അപൂർവ മാതൃകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ജനസാന്ദ്രതയേറിയ നഗരമധ്യത്തിലാണെങ്കിലും കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന വിധം മാനാഞ്ചിറയിലെ ജലാശയം സംരക്ഷിച്ചിരിക്കുന്നു എന്നത് ഈ നഗരത്തിന്റെ സാമൂഹികമായ നിലപാടുകളുടെ സാക്ഷ്യമാണ്. കടുത്ത വേനലിലും ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം ദിവസവും ഇവിടെ നിന്ന് പമ്പു ചെയ്യുന്നു. മാനാഞ്ചിറയുടെ ഈ മാതൃക പിന്തുടർന്ന് അടുത്ത കാലത്തായി 2 കുളങ്ങൾ കൂടി ഈ വിധം കോർപ്പറേഷൻ ശുദ്ധീകരിച്ചു. രണ്ടും ഇപ്പോൾ കുടിവെള്ളം കൊണ്ടുപോകുന്ന ഉറവകളായി കഴിഞ്ഞു. 1 ഏക്കർ 17 സെന്റ് വിസ്തീർണം വരുന്ന നീലിച്ചിറയാണ് ഇവയിലൊന്ന്. നമ്മുടെ നാട്ടിലൊക്കെ എത്ര ജലസ്രോതസ്സുകളാണ് സംരക്ഷിക്കപ്പെടാതെ മലിനമായി കിടക്കുന്നത്. അതുപോലൊരു കുളമായിരുന്നു ഇതും. കോഴിക്കോട് കോർപ്പറേഷൻ ഇതിപ്പോൾ നവീകരിച്ച് കോർപ്പറേഷന്റെ പല ഭാഗങ്ങളിലായി കുടിവെള്ളം ഇവിടെ നിന്ന് എത്തിക്കുന്നുണ്ട്. കല്ലായിക്ക് സമീപമുള്ള ഈ കുളം പതിറ്റാണ്ടുകളായി കാട് മൂടി നശിച്ചു കിടക്കുകയായിരുന്നു. സ്വകാര്യ വ്യക്തി ഇതിനിടയിൽ കുളം കൈവശപ്പെടുത്തി മണ്ണിട്ട് നികത്താനും ശ്രമം നടത്തി. പ്രശ്നത്തിൽ ഇടപെട്ട് കോർപ്പറേഷൻ കുളം ഏറ്റെടുത്ത് ശുദ്ധീകരിക്കുകയായിരുന്നു. CWRDMന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ഈ പദ്ധതിക്ക് പിന്നിലുണ്ട്. അന്യാധീനപ്പെട്ടുകിടക്കുന്ന ജലസ്രോതസ്സുകളുടെ അവകാശം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെന്ന നിയമത്തിന്റെ ചുവട് പിടിച്ചാണ് സ്വകാര്യ വ്യക്തിയുടെ കയ്യേറ്റ ശ്രമത്തിൽ നിന്നും കുളത്തെ രക്ഷിച്ചെടുത്തത്.
ഈ പ്രദേശത്തുകാർക്ക് മാത്രമല്ല, കോർപ്പറേഷനിലെ വിദൂര പ്രദേശത്തുള്ളവർക്കും നീലിച്ചിറ ഇന്നൊരു അനുഗ്രഹമാണ്. കോർപ്പറേഷൻ അടുത്തിടെ വീണ്ടെടുത്ത മറ്റൊരു ജലസ്രോതസ്സാണ് ഗരുഡൻകുളം. താരതമ്യേന വലിപ്പം കുറഞ്ഞ ഈ കുളം കുടിവെള്ളത്തിനായി ഇപ്പോൾ ഉപയോഗിക്കുന്നു. നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലേക്കാണ് ഇവിടെ നിന്നും ഇപ്പോൾ വെള്ളം കൊണ്ടുപോകുന്നത്. കോഴിക്കോട്ടെ ഞെളിയൻ പറമ്പ് ഒരു കാലത്ത് കുപ്രസിദ്ധമായിരുന്നു. കോർപ്പറേഷൻ അവിടെ സ്ഥാപിച്ച മാലിന്യ സംസ്കരണശാല പരിസരവാസികളുടെ ജീവിതത്തെ കുഴപ്പത്തിലാക്കി. ഇതിനെതിരെ ഉയർന്നുവന്ന ജനകീയ സമരങ്ങളാണ് ഞെളിയൻ പറമ്പിനെ വാർത്തകളിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് ഈ സ്ഥിതിക്ക് ഏറെക്കുറെ മാറ്റം വന്നു കഴിഞ്ഞു. രാത്രിയിൽ മാലിന്യങ്ങൾ ഇളക്കുമ്പോൾ മാത്രമേ പരിസരത്ത് ദുർഗന്ധമുള്ളൂ. സമീപ പ്രദേശങ്ങൾ താരതമ്യേന ശുചിത്വമാർന്നതാണ്. കാര്യങ്ങൾ ഈ വിധമെങ്കിലും എത്തിക്കാൻ കോർപ്പറേഷൻ നടത്തിയ പരിശ്രമങ്ങൾ ചില്ലറയല്ല. ഇതിനിടയിലും കുരുക്കഴിക്കാൻ കഴിയാതെ കിടന്നിരുന്ന പ്രതിസന്ധിയായിരുന്നു മാലിന്യച്ചണ്ടി. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അഴുകാത്ത ഈ മാലിന്യം മല പോലെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഞെളിയൻ പറമ്പിൽ. ഇവ സംസ്കരിക്കുന്നതിന് നൂതനമായ സങ്കേതമാണ് കോർപ്പറേഷൻ ആവിഷ്കരിക്കുന്നത്. സംസ്കരിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ മണ്ണിട്ട് മൂടുന്ന രീതിയാണിത്. ഇത്തരം ഹൈ ഡെൻസിറ്റി പ്ലാസ്റ്റിക് കൊണ്ട് ഒരു ആവരണം ഉണ്ടാക്കിയ ശേഷം അതിനു മുകളിൽ മണ്ണിടുകയാണ് ചെയ്യുന്നത്. ഭൂഗർഭജലത്തിലേക്ക് മാലിന്യങ്ങൾ എത്താതിരിക്കാൻ ഇത് സഹായിക്കുന്നു. ഈ പ്രദേശമാകെ മണ്ണ് വിരിച്ച ശേഷം പുല്ല് പിടിപ്പിക്കാനുള്ള പദ്ധതിയാണ് കോർപ്പറേഷൻ ആവിഷ്കരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹരിതാപമായ ഒരു ഞെളിയൻ പറമ്പിനെ നമുക്ക് സമീപ ഭാവിയിൽ കാണാനാകും. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആവിഷ്കരിക്കുന്നത്. പാർക്ക് നവീകരിക്കുക, കവലകളിൽ നഗരത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന ശില്പങ്ങൾ നിർമ്മിക്കുക, നടപ്പാതകൾ നിർമ്മിക്കുക എന്നിങ്ങനെ പോകുന്നു ഇവ. ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും നഗരത്തിലെ തിരക്ക് ഒഴിവാക്കുന്നതിനുമായി നിർമ്മിച്ച അരയിടത്ത് പാലം കോർപ്പറേഷന്റെ വികസന നേട്ടങ്ങളിലൊന്നാണ്. അന്തരീക്ഷ താപനത്തിന് കാരണമായ ഗ്രീൻ ഹൌസ് വാതകങ്ങൾ പുറത്തുവിടുന്നതിൽ മുഖ്യ പങ്കും നഗരങ്ങളുടെ സംഭാവനകളാണ്. അതുകൊണ്ട് തന്നെ സുസ്ഥിര വികസനത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നഗരാസൂത്രണത്തിലുള്ള പ്രാധാന്യം അത്ര തന്നെ വലുതാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായം കൂടി പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.